കിക്കിരിമുട്ടം ടൗണിലേക്ക് പോകേണ്ടത്. കിക്കിരിമുട്ടത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ? ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യേകം അറിയേണ്ട ഒന്ന് രണ്ട് പേരേ ഉള്ളൂ. ശിവസുബ്രഹ്മണ്യം. സുബ്രഹ്മണ്യത്തിന്റെ കഥരസമാണ്. 21-ാം വയസ്സ് തികയുന്നത് വരെ മാത്രമേ സുബ്രഹ്മണ്യത്തിന് സ്വാതന്ത്ര്യമുള്ളൂ. കാരണം 21-ാം വയസ്സിൽ ബ്രഹ്മചാരിയായി കുടുംബക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങളുടെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് അയാളുടെ അഗ്രഹാരവും പാർട്ടിയും അനുശാസിക്കുന്നത്. ആകെയുള്ള ഒരേ ഒരു പാർട്ടി. സുബ്രഹ്മണ്യത്തിന് 21 വയസ്സ് തികയുന്നതിന് കാത്ത് കണ്ണിൽ എണ്ണയും വെച്ച് കാത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി സുബ്രഹ്മണ്യം ഒരു പെൺകുട്ടിയെ കണ്ടു. രോഹിണി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. മുടിഞ്ഞ പ്രേമം. ഒരു ബാലെ ട്രൂപ്പിലാണ് രോഹിണി ജോലി ചെയ്യുന്നത്. അവളുമായി അടുക്കാൻ സുബ്രഹ്മണ്യം ഒരു വഴി കണ്ടുപിടിച്ചു. ശങ്കരൻ. ബാലെ മാസ്റ്ററുടെ ശിങ്കരിയും കൈമണിയുമാണ് ശങ്കരൻ. ബാലെ മാസ്റ്റർ ആരാണെന്നറിയാമോ? കീരിക്കാട്ട് ചെല്ലപ്പൻപിള്ള. സ്ഥിരമായിട്ട് ബാലെ നടത്തുകയും തല്ലുകൊള്ളുകയും ചെയ്യുന്നത് ചെല്ലപ്പൻപിള്ള ചേട്ടന് ഇഷ്ടമാണ്. ഇന്നും കിക്കിരിമുട്ടത്തൊരു ബാലയുണ്ട്. ആധുനിക രാമായണം ബൈ കീരിക്കാട് ചെല്ലപ്പൻ സംഘം. ലജ്ജാവഹം ലജ്ജാവഹം. ലക്ഷ്മണൻ അവിടെ അടിഞ്ഞവിടെ കേറാൻ സമയമായി. പോയി വിളിച്ചോണ്ട് വാ. അല്ലേ നോക്കിയിരിക്കാതെ കളിയടേ കൊരങ്ങ. ഒന്നുകിൽ എന്റെ പേര് വിളിക്കണം, അല്ലെങ്കിൽ സാറേന്ന് വിളിക്കണം. ഓ സമ്മതിച്ചെന്നെ കൊരങ്ങ സാറേ. രസം കയറി വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇനി അങ്ങനെ അവൻ വിളിക്കലോ വസ്കര. നീ ചുറ്റുപിടി. ഫസ്റ്റ് പാർട്ടി ഇവിടെ ഇരിക്കുവാണോ? ഞാൻ പെണ്ണുങ്ങളുടെ മുറിവ് തപ്പി വേഷം കെട്ടിക്കൊണ്ടിട്ട് കളിക്കുവാണ്. പിന്നെന്താ വേണം? വെളുക്ക വെളുക്ക ചവിട്ടിയാലെ കിട്ടുന്നത് 15 ഉലുവായ. അത് മേടിക്കാൻ പറ്റുന്നതാണ് നമുക്കറിയാം. ഇവിടെ ഒറ്റ അടിക്ക് 20 രൂപയാ. രാഘവാ ലോന്റെ ശ്രീരാമ കയറാൻ സമയമായി. ലക്ഷ്മണമാ കേറായപ്പോ സൗകര്യമില്ലെന്ന് ഇന്ന് കീരിക്കാരനോട് പറ. ലക്ഷ്മണൻ ഇന്ന് സ്വല്പം ലേറ്റ് ആവും. അല്ല, ഈ സീത ശ്രീരാമനെയല്ലേ കല്യാണം കഴിക്കുന്നത്? അതെങ്ങനെയാ ലക്ഷ്മണൻ പായി നോക്കി നിൽക്കാനും? സീത ലക്ഷ്മണന്റെ കരുത്തെ മാലയിടുവാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ഞാൻ കീരിക്കാരനോട് പറ. തമാശ കള. സമയമായി. ലക്ഷ്മണ വാ പോയി. പോവുക. ഇപ്പോഴേ പഠിക്കൂ. രാവു കാവലുള്ള ഈ ഉറക്കമുളപ്പ് ചവിട്ടുമെല്ലാം കഴിഞ്ഞ് ഒരു 5 രൂപ കാശി ചോദിക്കുമ്പോ കീരിക്കാരന്റെ മുഖം ഒന്ന് കാണണം. സമയത്ത് തട്ടേ കയറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അയാളൊന്ന് പഠിക്കട്ടെ. ചൂട്ടിട വ്യക്തിവൈരാഗ്യം തോലിക്കാണിക്കാശാനെ. ഇത് നമ്മുടെ ചോറല്ല, കഞ്ഞി. അതല്ലേ ദിവസവും ചണ്ണുന്നത്. ഇന്ന് അത് വേണ്ടെന്ന് വെച്ചേക്കാം. കൈമണി ചിലപ്പോ ചെല്ലടേ. ചിലപ്പോ ഏറെ വരുമ്പോ കട്ട ചെയ്ത ആള് കാണത്തില്ല. ചെല്ലു.
എത്ര നേരം ലെറ്ററും കൂട്ടിക്കൊണ്ടിരിക്കുന്നു? ഇതാ തീർന്നു. ഇനി എടുത്താമി. സ്വാമി, മാനേര് വിളിക്കുന്നു. ദിസ് ഇസ് എ ലെറ്റർ. ഈ ലെറ്റർ മുഴുവൻ രോഹിണി അടിച്ചിട്ട് എന്തിനാ ചോദിച്ചത്? പറയാലോ. അത് സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി. അപ്പൊ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ ഒരു അർച്ചന കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് തോന്നിയാസം കാണിക്കാൻ സാറാണിത്. സോറി സാർ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു. ഇല്ല സാർ. നമസ്കാരം മൈലാളി. മെല്ലെ 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 ഇറക്ക്, മെല്ലെ. പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടുവാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം. ഇങ്ങോട്ട് ഇറങ്ങിവാ. ആപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് തുളച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയിലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മോത്തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന ഇവ ഇങ്ങനെ ചെയ്യുമോ മൊയിലാളി? പിന്നെ കഞ്ഞി കുടിക്കാൻ മഴയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും ഇതല്ല എതിർക്കും. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ 4 ഇരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ്, വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാ. അയ്യോ വിശ്വാമിത്ര മഹർഷി, ശവിക്കല്ലേ. ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യല്ലോ ആണ്. ആത്മാർത്ഥത എന്നെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 350 രൂപ തന്നിട്ട് പോ. കിരിക്കാട് തിരച്ചിൽ പൊടി എനിക്ക് മടുത്തു. മലയാളി ആകെ 5 എണ്ണല്ലേ? എന്ത് അസ്ത്രം 2 എണ്ണം ഉണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം രംഗത്ത് കയറിയിട്ട് വേറെ തെരഞ്ഞെടുത്തോ. എന്തോ നിങ്ങൾക്ക് വേണ്ടതെന്തിന് ഞമ്മക്ക് അതേ കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം. ആ കമലം ഇരിക്കൊന്നും വേണ്ട, കാശിന് തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി, ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് എന്നൊക്കെ നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം, എടുപിടിയും ഒരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കും ആലോചിക്ക. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ? ഒന്നുമില്ല, ഞാൻ പല്ല് വെച്ചില്ല. അപ്പൊ എത്ര വേണ്ടെന്നാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 65 രൂപ. ഇത് 250 അല്ലേ ഉള്ളൂ? എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ. ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇനി ചോദിക്കാൻ അവന്മാരെന്നെ തല്ലും. കാശ് മുഴുവൻ അഡ്വാൻസ് മേടിച്ചിട്ടില്ലേ സ്റ്റേജിൽ കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ. മക്കി സുപ്രമണിയില്ലേ പാട്ടി? உள்ளயிருக்கு. ஐயோ ஐயோ நாசம் பண்ணிட்டானே கடவுளே, இந்த வீட்டோட ஐஸ்வர்யம் எல்லாமே போச்சு. ஐயோ கடவுளே, நான் என்ன செய்வேன்? ஐயோ பாட்டி, என்ன ஆச்சு பாட்டி? இதோ பாருடா, இந்த பாவிக்கு என்ன கொடுமை பண்ணிருக்கேன் நீயே பாருடா. என்ன பண்ணிருக்கு? ഞാൻ ഒന്നും പണിയില്ല. എന്റെ മുടിപ്പേര് അമ്മച്ചാണോ? ഞാൻ ഒന്നും ചെയ്തില്ലേ. செய்யலையா? ചെയ്യല്ലേ. இந்த மூளையோட காலிലേക്ക് என்ன போட்டிருக்குன்னு பாருடா. காலில் செருப்பு. அது தெரியாம போட்டிருக்கும் பாட்டி. அது எப்படி தெரியாம போடுவோம்? தப்பு பண்ணிட்டு தெரியாம என்ன சொன்ன எப்படி?
என்ன ம். வாத்து மாதிரி முழிச்சிட்டு இருக்கு பதில் சொல்லு பண்ணினது தப்புதானே தப்பு தப்பு எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன் அந்த ஆளு பாவம் பாட்டி தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன் அதப்படி உனக்கு தெரியும் உங்க எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதேன்னு இதோ பாரு பாட்டி நீ தான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ணா அது தப்பு இல்லைன்னு அதனால இந்த ஆளை மன்னிச்சிட்டு பாவம் முதல்ல அதை எடுத்து வெளியில போட சொல்லு ஐயோ ஏதோ அதை எடுத்து புறத்துட்டோம் வீட்ட முண்டம் പാട്ടി ഒന്ന് നിന്നോ എന്തിന് ഈ കരിവാട് കിളവി ഇവിടെ ഉള്ളപ്പോ എന്തിനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത് പാട്ടി ഒരു പഴഞ്ച മനസ്സിൽ കാര്യമല്ലേ ആദ്യം ഒരു ചാവട്ട് എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ സ്വാമി അയ്യോ മഹാഭാവം പറയരുത് എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യും പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റ് ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോർഡ് എഴുതി തൂക്കി പല പരട്ട കിളവി ചാവിയില്ല ഒന്നും പറയരുത് എവിടെ കിട്ടി സ്വാമി? പോന്നോളൂ എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ നല്ല ഫസ്റ്റ് മടി താത്തേരെ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്കാം മൃദംഗം കൊള്ളാമല്ലോ സ്വാമി ഇത് വിക്കില്ല താത്തയെ ഞാനും വായിച്ചു പഠിച്ചതാ ഇരിക്കും ഇത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ 10 തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ ഉം. നോക്കട്ടെ ആദ്യം ഈ സ്വിച്ച് കളയണം അയ്യോ പാട്ടി ഞാൻ പോവേ പ്രേമിക്കണ്ട പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ പന്തര് പറഞ്ഞാലും പാട്ടി 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 ശരണം കെട്ട ജൂല കുടുമി മുറിക്കാം ഈ കണ്ണാടി മാറ്റ് അയ്യ ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല സ്വാമിക്ക് പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷനിലൊക്കെ വയ്ക്കാം പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ഡ്രസ് പാന്റ് ഷർട്ടും ഇടണം അയ്യോ എന്തൊരു കീയേ അപ്പം താൻ ശരിയാവൂല അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയണ പോലെ എന്നെ കേൾക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനിയോട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാന്റ് ഇട്ട രോഹിണി എന്നെ നോക്കോ പാന്റ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തളങ്ങി പോയി അത് വേണ്ട രോഹിണി മാത്രം മതി മതി എങ്കിൽ മതി ശരി പക്ഷെ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലയെ മൊട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർമാരുടെ സിനിമാ നടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത് ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മൊട്ടയടിപ്പിച്ച് കൈ തരാം ശങ്കര ഗുരുദോഷം പാട്ടി പറഞ്ഞു പാട്ടിലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു 10 രൂപ വേണം സ്വാമി ഇറങ്ങിയോളം അതിനകത്തൊന്നും ഇല്ല ഇത് നിൽക്കുമോ എണ്ണയും കിണ്ടൊന്നും വേണ്ട സ്വാമി തികഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം ഇതോ പറയാൻ പാട്ടി എന്താനെ ആണാപ്രമാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ച ചില്ലറ പന്ന പട്ടത് നീ വള